എല്ലാവർക്കും നമസ്കാരം. മാലാകക്കൂട്ടം.com ഗുഡ്നസ് ടി വിയുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗ കാഴ്ചകളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാലാകക്കൂട്ടത്തിൻ്റെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ രസക്കാഴ്ചകൾക്ക് ഊർജം തരാനായി പ്രേക്ഷകരെ പ്രകടനം കൊണ്ട് ഹരം കൊള്ളിക്കാനായിട്ട് ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലെ മിടുക്കന്മാരും മിടുക്കികളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്ന് ഉഷാറാക്കുമല്ലേ? ഇന്ന് ഈശോയുടെ അടുത്ത് പെർഫോം ചെയ്യാനായിട്ട് റെഡിയാണോ? ആർ യു റെഡി? അപ്പൊ ഈ സ്വർഗത്തിൽ 4-5 സെഗ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം തകർത്ത് മുന്നേറി നമ്മൾ ഈശോയെ ഇന്ന് സ്നേഹിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? റെഡി? ആർ യു റെഡി? അപ്പൊ ചേട്ടൻ കാണിക്കുന്ന ഒരു ആക്ഷൻ എല്ലാവരും ഒന്ന് കാണിച്ചേ. ഹലോ ജീസസ് ചെയ്തെല്ലാവരും. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. സിമ്പിൾ അല്ലേ? ഹലോ ജീസസ്. ഹലോ ജീസസ്. ചില ആൾക്കാർക്ക് പെർഫെക്ഷൻ കുറവാണ്. ചില ആൾക്കാർ ഹലോ ജീസസ്. അങ്ങനെ ഇതിന് നല്ല പെർഫെക്ഷനോട് ചെയ്തേ. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹായ് പറയാൻ വേണ്ടി ഒരാൾ എനിക്ക് ടാറ്റ തരുന്നേ. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഇനി ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കട്ടെ നിങ്ങളുടെ ഐക്യു എങ്ങനെയുണ്ടെന്ന്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹായ് ഹലോ ജീസസ്. ഹലോ ഹായ് ജീസസ്. ഹലോ ഹായ് ജീസസ്. ഹായ് ഹലോ ജീസസ്. ഹായ് ഹായ് ഹലോ ജീസസ്. ഹലോ ഹലോ ഹായ് ജീസസ്. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വോയിസിൽ മാത്രമേ ഉള്ളൂ. ആക്ഷനൊക്കെ പോയി ചില ആൾക്കാർ. ഓക്കെ, എന്നാൽ കൊള്ളാം. സൂപ്പറായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ കൂട്ടുകാരെ, ഈ സ്വർഗത്തിലെ ഒന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടുക എന്നുള്ളത് നമ്മളെക്കുറിച്ച് ഈശോയുടെ സ്വപ്നമാണ്. ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈശോയ്ക്ക് അത്ര വലിയ തൃപ്തിയാവില്ല. ചിലപ്പോൾ നല്ല കാശുണ്ടാക്കും, ചിലപ്പോൾ പഠിച്ച് നല്ല ജയം ഉണ്ടാവും, ചിലപ്പോൾ നല്ല വീട് വയ്ക്കും, അല്ലേ? വലിയവരൊക്കെ ആകുമ്പോഴേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നേക്കാൾ ഉപരി ഈശോയ്ക്ക് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതും ഈശോയെ സ്തുതിക്കുന്നതാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈശോയ്ക്ക് സ്തുതി പാടാൻ റെഡിയാണോ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെഗ്മെന്റിൽ ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ഒരു പാട്ട് പാടി നമ്മൾ ഈശോയ്ക്ക് സ്തുതി പാടാം. എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ എന്തിന് ഭയപ്പെടണം? പഠിക്കേ. എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ എന്തിന് ഭയപ്പെടണം? എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ എന്തിന് ദുഃഖിക്കണം? പഠിക്കേ. എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ എന്തിന് ദുഃഖിക്കണം? ഒന്നുകൂടെ പഠിക്കേ. എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ എന്തിന് ഭയപ്പെടണം? എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ ദുഃഖിക്കണം? ഭൂമി കുലുങ്ങട്ടെ, ആകാശം വീഴട്ടെ, ഞാൻ എന്തിന് ഭയന്നോടേണം? പഠിക്കേ. ഭൂമി കുലുങ്ങട്ടെ, ആകാശം വീഴട്ടെ, ഞാൻ ഭയന്നോടേണം? ലാലലലാലാ ലാലലലാലാ ലാലലലാ ലാലലലാ ലാലലലാലാ. പഠിക്കേ. ലാലലലാലാ ലാലലലാലാ ലാലലലാ ലാലലലാ ലാലലലാ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി തുള്ളി തുടിച്ചു. പഠിക്കേ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി തുള്ളി തുടിച്ചു. പഞ്ഞി പോലെ എൻ്റെ ഭാരമങ്ങു പോയി. പഠിക്കേ. പഞ്ഞി പോലെ എൻ്റെ ഉറക്കെ. ഭാരമങ്ങു പോയി. പൊങ്ങി പൊങ്ങി പാറി നടന്നു, പൊങ്ങി പൊങ്ങി പാറി നടന്നു. ഒന്നിച്ച് ലാലലലാലാ ലാലലലാലാ ലാലലലാ ലാലലലാ ലാലലലാ. പഠിക്കോ. ലാലലലാ ലാ 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 ലാ
ആക്ഷൻ പഠിക്കാം. റെഡി? എൻ്റെ കൂടെ യേശു ഉണ്ട്, ഞാൻ എന്തിന് ഭയപ്പെടണം. അടുത്തത്, എൻ്റെ കൂടെ യേശു ഉണ്ട്, ഞാൻ എന്തിന് ദുഃഖിക്കണം. ഭൂമി കുലുങ്ങട്ടെ, ചെയ്തേ. ഭൂമി കുലുങ്ങട്ടെ, ആകാശം വീഴട്ടെ, ഞാൻ എന്തിന് ഭയന്നോടേണം. അങ്ങനെ ചെയ്യണം കേട്ടോ. ഭൂമി കുലുങ്ങട്ടെ, ആകാശം വീഴട്ടെ, ഞാൻ എന്തിന് ഭയന്നോടണം. ഒരാശ അങ്ങോട്ട് ഓടണം, ഒരാശ ഇങ്ങോട്ട് ഓടണം. ആദ്യം പാടുമ്പോ റൈറ്റ്, രണ്ടാമത് പാടുമ്പോ ലെഫ്റ്റ്. ഓക്കെ. ലാ ല ല ലാ ലാ ചെയ്തേ. ലാ ഇങ്ങനെ ലാ ല ല ലാ ലാ. ഓക്കെ, അങ്ങനെ മനസ്സിലായില്ല അത്രയും. ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ ല ല ലാ ലാ ല ലാ ലാ. അങ്ങനെ ചെയ്യണം. ഓക്കെ. ലാ ല ല ലാ ലാ, കം ഓൺ. ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ ല ലാ ലാ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി തുള്ളി തുടിച്ചു. പഠിച്ചോ? യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി തുള്ളി തുടിച്ചു. ഓക്കെ. പഞ്ഞി പോലെ എൻ്റെ ഭാരമങ്ങു പോയി. ചെയ്തേ. പഞ്ഞി പോലെ എൻ്റെ ഭാരമങ്ങു പോയി. ഇനി അല്പം ഒന്ന് കുനിയണം. പൊങ്ങി പൊങ്ങി പാറി നടന്നു, പൊങ്ങി പൊങ്ങി പാറി നടന്നു. ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ ല ലാ ലാ ല ലാ ലാ. ഓക്കെ, പഠിച്ചോ പാട്ട്? ഡാൻസ് പഠിച്ചോ? ഡാൻസുകാർ ഇങ്ങനെ ഇരിക്കുവാണ്, ഇപ്പൊ കളിക്കാന്നുള്ള ആവേശത്തിലിരിക്കുവാണ്. അപ്പൊ നമുക്ക് ഈശോയെ ഒന്ന് പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്ത് സ്നേഹിക്കാം. ആർ യു റെഡി? അനങ്ങി ആടിപ്പാടി സന്തോഷത്തോടെ. എന്റെ കൂടെ യേശുണ്ട്, എന്റെ കൂടെ യേശുണ്ട്, ഞാൻ എന്തിന് ഭയപ്പെടേ. എന്റെ കൂടെ യേശുണ്ട്, ഞാൻ എന്തിന് ദുഃഖിക്കണം. ഭൂമി കുലുങ്ങട്ടെ, ആകാശം വീഴട്ടെ, ഞാൻ എന്തിന് ഭയന്നോടേണം. ഭൂമി കുലുങ്ങട്ടെ, ഭൂമി കുലുങ്ങട്ടെ, ആകാശം ഞാൻ എന്തിന് ഭയന്നോടേണം. ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ, ലാ ല ല ലാ ലാ ല ല ലാ ലാ ല ല ലാ ലാ ല ല ലാ ലാ ല ല ലാ. ചെയ്തേ. ലാ ല ല ലാ ലാ ല ല ലാ ലാ ല. കൈയടിച്ചോ. നല്ല സന്തോഷം വരട്ടെ. മാലാഖയെ പോലെ കളിച്ചേ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, യേശു എൻ്റെ ഉള്ളിൽ വന്നു. കമോ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി തുള്ളി തുടിച്ചു. നോടെ. യേശു എൻ്റെ ഉള്ളിൽ വന്നു, ഉള്ളം തുള്ളി. പഞ്ഞി പോലെ എൻ്റെ ഭാരമങ്ങു പോയി, പഞ്ഞി പോലെ എൻ്റെ ഭാരം. കുഞ്ഞെ പൊങ്ങി പൊങ്ങി പാറി നടന്നു, പൊങ്ങി പൊങ്ങി ലാ ല ല ലാ, ലാ ല ല ലാ ലാ. കം ഓൺ. ലാ ല ല ലാ ലാ ല ല ലാ ലാ ല ല ലാ ലാ, ലാ ല ല ലാ, ലാ ല ല ലാ ലാ, ലാ ല ല ലാ. വെരി ഗുഡ്, സൂപ്പർ. ഈശോയുടെ കൂട്ടുകാരെ, അപ്പൊ നല്ല രസമായിട്ടൊക്കെ പാട്ടൊക്കെ പാടി ഈശോയെ സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇനി നമുക്കുള്ള രസക്കാഴ്ചയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കുക എന്നുള്ളത് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. നിങ്ങൾ മാലാ കുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കും. സാധാരണ ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ അത്ര അങ്ങോട്ട് അല്ലേ, എടി ബൈബിളൊന്ന് വായിക്കടി, എടാ വചനമൊന്ന് പഠിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടം തോന്നൂല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ വചനം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വചനം ഭക്ഷിക്കാൻ റെഡി ആകണം അല്ലേ? റെഡിയാണോ? വചനം ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് കുറേം കൂടി ബലം കിട്ടുക അല്ലേ? യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ പറയാണ്, യുവാക്കളെ നിങ്ങൾ ശക്തന്മാരാണ്. കാരണം എന്താണെന്നറിയാവോ? ബൈബിളിലെ കാരണം എഴുതിയേക്കുവാണ്, വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ. വചനം ഉള്ളിലുണ്ടെങ്കിൽ ശക്തരാണെന്ന് പറയണേ. ആയുധം കയ്യിലുണ്ടെങ്കിൽ ശക്തരാണെന്നല്ല ബൈബിൾ എഴുതിയേക്കണേ അല്ലേ?
അല്ലെങ്കിൽ ബോംബുണ്ട്, AK-47 ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശക്തരാണെന്നാണോ എഴുതിയേക്കുന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് യോഹന്നാസ്ലീഹ എഴുതിയേക്കുന്നത് എന്താണ്? വചനം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ശക്തരാണ്. അപ്പൊ പ്രലോഭനമൊക്കെ വരുമ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും വചനം ഉണ്ടെങ്കിൽ. ഏത് പ്രലോഭനം വന്നാലും അതിനു വേണ്ടിയിട്ടാണ് വചനം പഠിക്കണേ. ഓക്കെ, ആർ യു റെഡി? അപ്പൊ ഇന്ന് ഈ സ്വർഗത്തിൽ നമുക്ക് വചനം പങ്കുവെച്ച് തരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഡോക്ടർ ജോബി ജോൺ അങ്കിളാണ്. അങ്കിള് ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മോട്ടിവേഷനായിട്ടുള്ള ദൈവവചനമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് നമുക്ക് അങ്കിളിന് സ്വാഗതം ചെയ്യണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ അങ്കിളിന് സ്വാഗതം ചെയ്യുന്ന ക്ലാപ്പാണ് യോ യോ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? ചേട്ടൻ പഠിപ്പിച്ചാൽ യോ നോക്കി, യോ ചെയ്തേ, യോ യോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാപ്പ് എന്താണ്? റെഡി, 1 2 3 ഗോ. യോ യോ ക്ലാപ്പ് ഗോ. യോ യോ യോ. അപ്പൊ ഇതിൽ യോ പറയുമ്പോൾ യോക്ക് ഒരു ബ്ലെൻഡ് വേണം അല്ലേ? യോ അല്ല യോ അങ്ങനെ പറയുന്നത്. ഓക്കെ, റെഡി, 1 2 3 ഗോ. യോ യോ യോ. ഓക്കെ, അപ്പോൾ ചാടി എഴുന്നേറ്റ് നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. യോ യോ ക്ലാപ്പ് ഗോ. യോ യോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും എപ്പോഴും സ്വർഗത്തിലെ മാലാഖുകൾക്ക് സുഖമാണോ? സന്തോഷമാണോ? നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ സ്വർഗം താഴ്ത്തേക്ക് വന്ന പോലെയാണ്. എല്ലാവരും ചിരിച്ചേ. ആ, നല്ല ചിരിയാട്ടോ, മാലാഖുകളുടെ അതേ ചിരി. ഇരുന്ന എല്ലാവരും. ഓക്കെ, അപ്പം അങ്കിള് ഒരു സംഭവം പറഞ്ഞതിന് മുൻപ് നമുക്കൊരു വചനം പഠിച്ചാലോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനം. അവിടുന്ന് നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കറിയാലോ പ്രിൻസ് ഓഫ് ഇൻവെൻഷൻസ് ആരാന്ന്? കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാ? തോമസ് ആൽവ എഡിസൺ. ഓക്കെ, കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റിയിട്ട്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബ് എഡിസൺ കണ്ടുപിടിക്കുന്നത് 999 ടൈംസ് പരാജയപ്പെട്ടിട്ടാണ്. 1000th ടൈമിലാണ് എഡിസൺ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത്രയും പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്ത് ഫെയിലായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രിക് ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചതിന് ശേഷം എഡിസൺ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് എഡിസൺ ഈ ബൾബുമായിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു. ആ എക്സിബിഷനിൽ ഈ ബൾബ് പിടിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ആരുടെ അടുത്ത് പറഞ്ഞ്? എഡിസന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ ഫ്രണ്ട് ഈ ബൾബ് ഇങ്ങനെ പിടിച്ച സമയത്ത് ഇത് നിലത്ത് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 999 തവണ ട്രൈ ചെയ്ത് ഇലക്ട്രിക് ബൾബ് പൊട്ടിപ്പോയപ്പോൾ എല്ലാവർക്കും സങ്കടമായി. പക്ഷേ എഡിസൺ ഒന്നും പറഞ്ഞില്ല. എഡിസൺ ഫ്രണ്ടിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? എഡിസൺ വീണ്ടും ട്രൈ ചെയ്ത് വേറൊരു ബൾബ് കണ്ടുപിടിച്ചു. ആ ബൾബ് വീണ്ടും ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത് അത് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ നേരത്തെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തില്ലേ, ബൾബ് പൊട്ടിച്ച ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തില്ലേ, അതേ ഫ്രണ്ടിൻ്റെ കയ്യിൽ തന്നെ ഈ ബൾബ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് എല്ലാവരുടെ അടുത്തും എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എഡിസൺ ചെയ്ത വലിയ കാര്യം എഡിസൺ എല്ലാവരും കുറ്റപ്പെടുത്തി. എന്നാ പറഞ്ഞെന്നറിയോ? എഡിസ ഒരിക്കലും ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ്. നീ വീണ്ടും അയാളുടെ കയ്യിൽ തന്നെയാണോ അത് കൊടുത്തത്? അത് വീണ്ടും പൊട്ടിക്കില്ലേ? അപ്പോൾ എഡിസൺ എന്താ പറഞ്ഞെന്നറിയോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പൊട്ടിയെന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ആകണമെന്നുണ്ടോ? അയാളെ നമ്മൾ ഉപേക്ഷിക്കണോ? അയാളെ നമ്മൾ അവഗണിക്കണോ? അയാളെ നമ്മൾ തള്ളിക്കളയണോ? അയാൾക്കൊരു കുറ്റമുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേർത്ത് പിടിക്കണ്ടേ? ഒരാൾക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ പാരൻസിനെ, നമ്മുടെ നിയർ എല്ലാവരും എന്ത് ചെയ്യണം? കുറ്റങ്ങളുടെ പേരിൽ, മിസ്റ്റേക്സിൻ്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവഗണിക്കരുത്, ഉപേക്ഷിക്കരുത്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും എപ്പോഴും എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ മാലാഖമാരെ
എന്തോ വചനം പഠിച്ച് നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വർഗത്തിലെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. പോവാം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഈ സ്വർഗത്തിൽ ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് റെഡി ആയിട്ടുള്ളത് ആരൊക്കെയാണ്? അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വാ. ഇവരെ പരിചയപ്പെടാൻ പോവാണ്. മോളുടെ പേര് പറയാമോ? എൻ്റെ പേര് സിൻഡ്രല്ല. ഞാൻ 9th പഠിക്കുന്നു. സിൻഡ്രല 9th പഠിക്കുന്നു. അപ്പൊ സിൻഡ്രല എന്ന് ഏത് വിശുദ്ധനെ കുറിച്ച് പറയുന്നത്? വിശുദ്ധ മരിയ ഗൊരത്തി. ഓക്കെ, നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 6 വിശുദ്ധ മരിയ ഗൊരത്തിയുടെ തിരുനാൾ. 1950 വിശുദ്ധ വത്സരത്തിൽ 12ാം പിയൂസ് മാർപ്പാപ്പ മരിയ ഗൊരത്തിയെ പുണ്യവതി എന്ന് വിളിച്ചത് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ വെച്ചാണ്. 2.5 ലക്ഷം പേർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആ കൊച്ചു രക്തസാക്ഷിയുടെ പ്രസക്തി ഊഹിക്കാമല്ലോ. ഇറ്റലിയിലെ കൊരനാൾഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് മരിയ പൂജാതിയായത്. വിദ്യ അഭ്യസിച്ചിട്ടില്ല. എഴുതാനും വായിക്കാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഒരു കത്തോലിക്ക അറിഞ്ഞു വെച്ചിരുന്നവയെല്ലാം അവൾ അറിഞ്ഞു വെച്ചിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾ മുമ്പായിരുന്നു അവളുടെ പ്രഥമ ദിവികാരുണ്യ സ്വീകരണം. 9ാം വയസ്സിൽ പിതാവ് കുടുംബവുമായി നെറ്റൂണോയിലേക്ക് പോയി. 10ാം വയസ്സിൽ പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ ധനികരായ സെറനെല്ലി കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ഒരു വേലക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസൂന്ത. 3 പ്രാവശ്യം അലക്സാൻഡ്രോ സെറനെല്ലി മരിയയെ പാപത്തിന് നിർബന്ധിച്ചു. അവൾ ചെറുത്തുനിന്നു. വിവരം അമ്മയോട് പറഞ്ഞ ശേഷം അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമ്മേ, എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി നുറുക്കിയാലും ഞാൻ പാപം ചെയ്യുകയില്ല. ജൂലൈ മാസം അമ്മ ജോലിക്കായി വീട്ടിലില്ലാതിരുന്ന സമയം മരിയ നെയ്തുകൊണ്ടിരിക്കെ അലക്സാൻഡ്രോ സെറനെല്ലി വീണ്ടും പാപത്തിന് നിർബന്ധിച്ചു. ഇല്ല, ഞാൻ വഴങ്ങുകയില്ല, ഇത് പാപമാണ് എന്നവൾ പറഞ്ഞു. സഹായത്തിനായി ഒരുപാട് നിലവിളിച്ചു. ഇല്ല, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് പാപമാണ്, നീ നരകത്തിൽ പോകും എന്നിങ്ങനെ അവൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അലക്സാൻഡ്രോ സെറനെല്ലി തൻ്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടാരയെടുത്ത് അവളുടെ ശരീരത്ത് 14 പ്രാവശ്യം കുത്തി. വിവരം പറഞ്ഞ് അമ്മ സ്ഥലത്തെത്തി വൈദികനെ അറിയിച്ചു. മരിയ കുമ്പസാരക്കാരനോട് പറഞ്ഞു: ഞാൻ അലക്സാൻഡ്രയോട് ക്ഷമിച്ചിരിക്കുന്നു. ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. അക്രമത്തിന് 24 മണിക്കൂറിന് ശേഷം മരിയ മരിച്ചു. ഘാതകന് 30 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. 27ാം വർഷം ജയിൽ വിമുക്തനായി അയാൾ പുറത്തു വന്ന ശേഷം അമ്മ അസൂന്തയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു. വിശുദ്ധ മരിയ ഗൊരത്തി അലക്സാൻഡ്രയോട് ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമാശീലം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. ഓക്കെ, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇനി ഈ വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കിയൊരു വചനം കേൾക്കാൻ പോവാണ്. മോൻ്റെ പേര് പറയാമോ? എൻ്റെ പേര് സാവ്യ ബിനേഷ്. ഞാൻ 6ൽ പഠിക്കുന്നു. സാവ്യ ബിനീഷ്, ഇന്ന് വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കിയ ഒരു വചനം പറയാം, നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ മരിയ ഗൊരത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. വിശുദ്ധയുടെ ജീവിതാസ്പദമാക്കി ഞാൻ ഒരു വചനം പറയാം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7. വിശുദ്ധയെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി. അപ്പൊ ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്തി വചനം പറഞ്ഞ് 2 പേർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്ത കൂട്ടുകാരെ. ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, അപ്പോൾ വളരെ രസകരമായിട്ട് നമ്മുടെ മാലാകൂട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗത്തിൽ ഇനി അടുത്ത ഒരു സെഗ്മെൻ്റാണ്. നമുക്കെല്ലാവർക്കും വളരെ കളറായിട്ടുള്ള ഇഷ്ടപ്പെടുന്നൊരു സെഗ്മെൻ്റാണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. ഈ എപ്പിസോഡിൽ ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ഒരുങ്ങി താല്പര്യപ്പെട്ട് വന്നിട്ടുള്ളവർ ആരൊക്കെയാണ്? ഒന്ന് എഴുന്നേറ്റ്. ഇവർക്ക് നല്ലൊരു കൈഡ് കൊടുത്ത കൂട്ടുകാരെ. ഓക്കെ, ഇവരെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ മുതൽ തുടങ്ങിക്കോ. പേര് അന്ന ജിൽസൺ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന ജിൽസൺ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അടുത്ത ആള്. എൻ്റെ പേര് എൽഗ ബിജു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് മരിയ ജിൽസൺ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് അലിൻഡ ജോസ്. ഞാൻ 8ൽ പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ഒരു നല്ല ഡാൻസിനുള്ള ഒരു ഒരുക്കത്തിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ താലന്ത് ആസ്വദിച്ചാലോ? ആർ യു റെഡി?
ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഞാനെന്നൊരേ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ മലക കൂട്ട് ഡാക്ക ഈശോയുടെ കൂട്ടുകാരെ നല്ല അടിപൊളി താലന്തൊക്കെ കണ്ട് നമ്മളിങ്ങനെ കോരിത്തെരിച്ചിരിക്കുക. നല്ല രസകരമായുള്ള ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇനി ഒരു സെഗ്മെന്റ് ബാക്കിയുള്ളൂ. അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. അപ്പോൾ നല്ലവരാകാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എല്ലാവരും പറയും നല്ല കുട്ടിയാ, നല്ല മിടുക്കനാ, നല്ല മിടിക്കുക, ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ചിലർ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഓ സാറേ അതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് നടക്കണില്ല അല്ലേ? ആർക്കാ നല്ലതാകാൻ ആഗ്രഹമില്ലാത്തത്? അപ്പോൾ നല്ല ശീലങ്ങൾ ഇങ്ങനെ കൂട്ടി 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 വരുമ്പോൾ ഒരാൾ ടോട്ടലി ഗുഡ് പേഴ്സണായിട്ട് മാറും. നല്ല ശീലം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നല്ല ശീലമാണ് 1 തെസ്സലോനിക്ക 5:18. അവിടെ എഴുതിയൊക്കെയാണ് എല്ലാത്തിനും നന്ദി പറയുന്നവരാകണം നമ്മൾ. എന്താണ്? എല്ലാത്തിനും നന്ദി പറയുന്നവരാകണം. അപ്പൊ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? നമ്മളെപ്പോഴും നന്ദി പറയുന്നവരാകുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരാകുക. ആർ യു റെഡി? ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ ടീച്ചറെ ഇന്ന് കൊച്ചു മിടിക്കായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തുള്ളി ഗമ കൂടി പോകരുത്. അപ്പോൾ ടീച്ചറെ താങ്ക് യു പറയണം. ആരെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്തു, അപ്പോൾ സൂപ്പറായിട്ടോ, അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് പൊങ്ങി ഇങ്ങനെ അങ്ങനെ നടന്നു പോകല്ല വേണ്ടേ. ഒരാൾ നമുക്ക് നന്മ പറഞ്ഞ അപ്പം തന്നെ നന്ദി പറഞ്ഞു വേണം പോവാൻ. ആർ യു റെഡി? അപ്പോൾ ഈ സ്വർഗത്തിൽ നമ്മൾ ഒന്നുകൂടെ ഈശോടൊത്ത് കളിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് ചാടി എഴുന്നേറ്റ് ഈശോടൊത്ത് കളിക്കാൻ പോവാം. ഈശോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് കളിക്കാലോ,
ഈശോയോടൊത്ത് ചിരിക്കാലും ഈശോയോടൊത്ത് മാലാകയെ തുള്ളിച്ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി ഈശോയോടൊത്ത് കളിക്കാലും ഈശോയോടൊത്ത് ചിരിക്കാലും ഈശോയോടൊത്ത് മാലാകയെ തുള്ളിച്ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാകമാരായി വളരാലോ. സൂപ്പർ, ഇരിക്കും. അപ്പോൾ കളി, ചിരി, വചനം ഭക്ഷിക്കൽ, താലന്ത് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോകണം. എന്താണ് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം? പ്രാർത്ഥിക്കണം അല്ലേ? സങ്കീർത്തനം 33:13-14 കണ്ണ് തുറന്ന് കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ഈ സ്വർഗത്തിൽ മാലാഖമാരിയ്ക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ഈശോ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ച ചേട്ടൻ്റെ കൂടെ, ഈശോയെ മാലാഖമാരെ പോലെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ശീലത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്തു തരുന്ന മാതാപിതാക്കൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന നല്ല കുഞ്ഞുങ്ങളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറക്കാം. ഇനിയാണ് പറയും, ഇനി എന്താണ്? ഇനിയാണ് നമ്മൾ ഏഞ്ചലിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ എപ്പിസോഡിലെ സസ്പെൻസ് ആണ്. ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മാലാഖ എന്നറിയാൻ പോവാണ്. ഓക്കെ, ഇന്നത്തെ ഡാൻസുകാരിൽ നിന്ന് ഒരാൾക്ക് വന്നതിൽ നിന്ന് ലക്കി ഡ്രോ ചെയ്യാം. ഒരു ക്ലാപ്പ് കൊടുത്തേ. അലോഷ്യസ് കെ ജെ. അലോഷ്യസ് വായു വരുന്നു. അപ്പോ അലോഷ്യസ് കെ ജെ ആണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. നല്ല ക്ലാപ്പ് കൊടുത്തേ. കമാ. ഈശോയുടെ കൊച്ചു കൂട്ടുകാരെ, സ്വർഗത്തിലെ മാലാഖമാരെ, അപ്പോ വളരെ കളറായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നില്ലേ? നല്ല രസമായിരുന്നില്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇത്ര നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാൻ പോവാണ്. പ്രേക്ഷകരെ, മാലാഖക്കൂട്ടം.com ഗുഡ്നസ് ടിവിയുടെ ഈ കൊച്ചു കൂട്ടുകാരുടെ സ്വർഗ്ഗ കാഴ്ചകൾ ഏറെ നിങ്ങളെ ആനന്ദിപ്പിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാർ മാക്സിമം അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെ താലന്ത്, അവരുടെ കഴിവുകൾ, പ്രസൻറ്റേഷൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്, ഇത്ര നേരം ഇവരെ വാച്ച് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സ്വർഗ്ഗ കാഴ്ചകൾ ഇവിടെ തീർന്നിട്ടില്ല. പുതിയ എനർജിയോടെ, പുതിയ കളറായി, പുതിയ രൂപത്തിൽ ഞങ്ങളുടെ സ്വർഗ്ഗ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. തുടർന്നും ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. അതുവരെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ. ടാറ്റ.